ആളറിഞ്ഞ് കളിക്കടാ എന്ന് ഭീഷണി ഉയർത്തിയത് ഞങ്ങളല്ല. അല്ല ഇതേ ഈ ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള തരത്തിൽ പോയി കളിക്കടാ എന്നാണ്. ഇതൊക്കെ ഞങ്ങളോടാണ് പറയുന്നത്. ആളറിഞ്ഞ് കളിക്കടാ എന്ന് ഭീഷണി ഉയർത്തിയത് അഭിലാഷേ ആരാണ്? ഞങ്ങളല്ല, ഞങ്ങളൊരു ഭീഷണി ഉയർത്തിയിട്ടില്ല. ഇപ്പൊ ഗുജറാത്തിൽ ഇങ്ങനെ ഒരു വംശഹത്യ ഞങ്ങളാണ് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങളെയാണ് ആളറിഞ്ഞ് കളിക്കടാ എന്ന് ഭീഷണി ഉയർത്തിയത് ആരാ? ആളറിഞ്ഞ് കളിക്കട എന്ന് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ പൃഥ്വിരാജിന്റെ കരിയറിനെയും കാലിബറിനെയും ചോദ്യം ചെയ്ത ആളുകളെ കുറിച്ചാണ്. ഇതെല്ലാം ഞങ്ങളെ കുറിച്ചാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാ? സംഘപരിവാറിനെയോ BJP അഡ്രസ് ചെയ്തിട്ട് സുപ്രിയ പറഞ്ഞു ആളറിഞ്ഞ് കളിക്കടാ. സാമാന്യ ബുദ്ധിമതി അഭിലാഷേ, ഇതാണ് ഇത് മനസ്സിലാക്കാൻ. ആരെന്ത് പറഞ്ഞാലും ഞങ്ങളെ കുറിച്ചാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ചരിത്ര സംഭവങ്ങൾ കൂടി ചേർത്ത് വെച്ച് ഈ ആളറിഞ്ഞ് കളിക്കട എന്ന് പറഞ്ഞ ചരിത്ര സംഭവം കലാപത്തുമായി ബന്ധപ്പെട്ട പൃഥ്വിരാജിന്റെ അദ്ദേഹത്തിന്റെ ശേഷി, അദ്ദേഹത്തിന്റെ പാഷനെ ചോദ്യം ചെയ്ത ആളുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവരെ അഡ്രസ് ചെയ്തിട്ടാണ് സുപ്രിയ മേനോൻ ആളറിഞ്ഞ് കളിക്കട എന്ന് പറഞ്ഞത്. ആരെന്ത് പറഞ്ഞാലും അത് ഞങ്ങളെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തോടുള്ള എതിർപ്പ് സാർ. അദ്ദേഹം പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് വളരെ വ്യക്തമായിട്ട് ഒരു കലാകാരനാണ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഈ രാജ്യത്തെ ദേശീയ ശക്തികൾക്ക് എതിരായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് നാളെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ ചെയ്തിട്ട് നിങ്ങളുമായിട്ടൊരു രാഷ്ട്രീയ സംവാദം ഉണ്ടായി എതിർത്തോളൂ. ഒരു കലാകാരനെതിരെ എന്തിനാണ് ഈ വൈരാഗ്യം, എന്തിനാണ് ഈ വിദ്വേഷം എന്നുള്ളതാണ്.